ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. വീശപ്പം എന്നാണ് പറയുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണിത്. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം തേങ്ങാപ്പാലിന്റെയും പഞ്ചസാരയുടെ ഒപ്പവും അല്ലെങ്കിൽ കറികളുടെ കൂട്ടത്തിൽ, അതായത് ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വീശപ്പം തയ്യാറാക്കാനായിട്ട് വേണ്ടുന്നത് 1 ഗ്ലാസ് പച്ചരിയോ 1 ഗ്ലാസ് ബസ്മതി അരിയോ ഏതെങ്കിലും എടുക്കുക. ഏതരിയാണെങ്കിലും കുഴപ്പമില്ല. പച്ചരിയോ വേണേലും എടുക്കാം, ബസ്മതി അരി വേണേലും എടുക്കാം. അത് നല്ലതുപോലെ ഒരു 3 മണിക്കൂർ കഴുകി കുതിർത്തി വെച്ചതിന് ശേഷം അരിപ്പയിൽ അരിച്ചു വെള്ളം മാറ്റിയിട്ട് അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് ആദ്യം നമുക്ക് അരച്ചെടുക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അരച്ചെടുക്കുന്ന രീതി ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അരി നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിനോട്ട് വേണ്ടുന്ന തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കേണ്ട അളവുകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 250 ml ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് തേങ്ങ എടുത്ത് മിക്സിയിലോട്ടിട്ട് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. അങ്ങനെ എടുത്തു വരുമ്പോൾ ഏകദേശം 3.5 ഗ്ലാസോളം തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. അതിൽ 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് ഈ അരി മിക്സിയിലിട്ട് വെച്ചിട്ടില്ലേ അതിലോട്ട് ചേർത്ത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഒട്ടും തരികളില്ലാതെ അരച്ചെടുക്കണം. അപ്പോൾ കുതിർത്തി വെക്കുന്ന ടൈം 3 മണിക്കൂറൊക്കെ കുതിർത്തി വെച്ചാലേ അങ്ങനെ നല്ലതുപോലെ അരഞ്ഞു കിട്ടുകയുള്ളൂ. അങ്ങനെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് ആണിത്. ഇനി നമുക്ക് ഈ വീശപ്പത്തിന്റെ കൂട്ട് റെഡിയാക്കാനായിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. ഇത് 3 ഗ്ലാസോളം തേങ്ങാപ്പാലുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ഇനി അരി അരച്ച മിക്സിയിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൽ നിന്ന് ഏകദേശം 1 ഗ്ലാസോളം ഈ മുട്ടയിലോട്ട് ചേർത്ത് കൊടുത്ത് മിക്സിയിൽ നന്നായിട്ടൊന്നും കൂടി അടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ അടിച്ചെടുത്ത ഈ മുട്ടയുടെ കൂട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരിയുടെ കൂട്ടിലോട്ട് ചേർത്ത് ബാക്കി തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. 1 ഗ്ലാസ് പച്ചരിയും 2 മുട്ടയും 3.5 ഗ്ലാസ് തേങ്ങാപ്പാലുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ 3.5 ഗ്ലാസ് തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് 2 ഗ്ലാസ് തേങ്ങയിൽ നിന്ന് 4 ഗ്ലാസ് വെള്ളം ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ 3.5 ഗ്ലാസ് തേങ്ങാപ്പാൽ. ഇത്രയും തന്നെ തേങ്ങാപ്പാൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. അളവെടുത്ത് തന്നെ ഇത് ഉണ്ടാക്കുക. തേങ്ങാപ്പാലിന്റെ അളവ് 3.5 ഗ്ലാസ്സിലും കൂടി കഴിഞ്ഞാൽ ഈ അപ്പത്തിന് ഒരു ഒട്ടൽ വന്നിട്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് പാനിൽ നിന്ന് വിട്ടു വരാതെ ഫോൾഡ് ചെയ്തൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കറക്റ്റ് മെഷർമെന്റ് തന്നെ എടുക്കുക. ഇതിലോട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നിങ്ങൾ നല്ലപോലെ മിക്സ് ചെയ്ത് സൈഡിൽ വെക്കുക. കോക്കനട്ട് മിൽക്ക് പൗഡർ ഉള്ളവര് 1 ഗ്ലാസ് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്ത് അതിലോട്ട് 3.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഈ അരി അരച്ചതിലോട്ട് ചേർത്ത് തേങ്ങാപ്പാൽ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ അപ്പം എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ 1 തവി ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു പാട പോലത്തെ ഒരു അപ്പമാണിത്. അതായത് പത്തിരിനെക്കാട്ടിലും നൈസാണ് ഈ അപ്പം. അതുകൊണ്ട് നിങ്ങൾ കട്ടിയിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. വളരെ തിന്നായിട്ടുള്ള രീതിയിൽ ഈ അപ്പം കിട്ടാവുള്ളൂ. അപ്പോൾ ഒരു 30 സെക്കൻഡിലൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചൂടാനായിട്ട്. 30 സെക്കൻഡൊക്കെ ആയി വരുമ്പോൾ ഇതിന്റെ സൈഡിലൂടെ ഈ അപ്പം ഈ പാനിൽ നിന്ന് വിട്ടു വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ സമയത്ത് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഒരുപാട് വേവൊന്നുമുള്ള അപ്പം അല്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രീതിയിലുള്ള ഒരു അപ്പമാണിത്. നമുക്ക് അരി കുതിർത്തി വെക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നുള്ളൂ. മൈദ വെച്ചുണ്ടാക്കുന്ന പാലാടില്ലേ, അത് പലർക്കും അറിയാമായിരിക്കും. അതുപോലെയുള്ള അതിലും തിന്നായിട്ടുള്ള രീതിയിലാണ് ഈ അപ്പം നമുക്ക് കിട്ടുന്നത് ചുട്ടു വരുമ്പോൾ. ഇത് ഞാൻ ഒന്നും കൂടി ഇത് ചുടുന്ന രീതി ഞാൻ കാണിച്ചു തരുവാണ്. ഇത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. മനസ്സിലായവർ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തോളുക. അപ്പോൾ ഇങ്ങനെ എല്ലാം നമ്മൾ ചുട്ടെടുത്ത് വെക്കുക. ചുട്ടെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് നിരത്തി വെക്കുക. ചൂടോടുകൂടി നേരെ ഒരു ഒട്ടല് തോന്നാം, പക്ഷെ ചൂടാറുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇങ്ങനെ എല്ലാം നമ്മൾ ചുട്ടെടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക.
ഇങ്ങനെ ഒരു ഗ്ലാസ് അരി കൊണ്ട് നമുക്ക് ഏകദേശം 25ന്റെ ഉള്ളിൽ അപ്പം ചുട്ടെടുക്കാൻ പറ്റും. തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടിയാണ് ഇത് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ ആ ഒരു മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. ഇപ്പൊ ചുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണെന്ന് നിങ്ങളെ കാണിച്ചു തരാൻ കണ്ടില്ലേ. ഇങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല പഞ്ഞി പോലത്തെ ഒരു അപ്പമാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമന്റ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.